ഫിസിക്സ് ബോക്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും കണ്ടന്റുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന ടോപ്പിക്കാണ്. അതിനുശേഷം അപ്ലിക്കേഷൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം കോമൺ ഫോഴ്സ് ഇൻ മെക്കാനിക്സ്, അതുപോലെ തന്നെ ഫ്രിക്ഷൻ, ലോസ് ഓഫ് ഫ്രിക്ഷൻ, ആ രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഡെറിവേഷൻ ഓഫ് ലോസ് ഓഫ് ഫ്രിക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശരി, അപ്പൊ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് പോകാം. എന്താണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അല്ലെ, അതാണ് പറയാൻ പോണത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒരു ബോഡി എടുക്കുക. അപ്പൊ ആ ബോഡിക്ക് ഗിവൺ ഒരു മാസ് ഉണ്ടല്ലോ, മാസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, എക്സ്റ്റേണൽ ആയിട്ട് ആ ബോഡിക്ക് ഒരു ഫോഴ്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന വെലോസിറ്റിയാണ് വി എന്ന് പറയുന്നത്. ഈ വി എന്ന വെലോസിറ്റിയിൽ ഈ ബോഡി മൂവ് ചെയ്യും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അതായത് എഫ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് 0 കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കുമല്ലോ. അതായത് മൂവ്മെന്റ് ഒന്നും ഇല്ല. അങ്ങനെ ആകുമ്പോൾ വെലോസിറ്റി 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാലോ, നമുക്ക് ഇപ്പൊ ഇതാ, ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം, ഇഫ് നോ ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം, then the total momentum of a body remains constant. അങ്ങനെയാണ് ടോട്ടൽ മൊമെന്റ് ഓഫ് ബോഡി എന്ത് ചെയ്യുക, റീമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. അതാണ് പറഞ്ഞത്. അപ്പൊ മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണല്ലോ. ഒരു ബോഡിയുടെ മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി 0 ആവുകയാണെങ്കിൽ, അതായത് വെലോസിറ്റി 0 ആണ് പറയുകയാണെങ്കിൽ മൊമെന്റം എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്നുകൂടി എഴുതാം. അപ്പോൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എഫ് ഈസിക്കൽ ടു ഡി പി ബൈ ഡി ടി. അപ്പോ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ് വരിക. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ 0 ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. അപ്പൊ ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ആ മൊമെന്റം എന്ത് ചെയ്യാ, 0 ആണ്. അതിന്റെ അർത്ഥം എന്താ, ഒരു ഡെറിവേഷന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഡെറിവേറ്റീവിന്റെ ഉള്ളിൽ കാണാൻ പറയുമ്പോൾ ആ ഒരു ഗിവൺ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ 0 എന്ന് പറയുകയാണെങ്കിൽ ആ ഡെറിവേറ്റീവിന്റെ ഉള്ളിലുള്ള വാല്യൂ എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ ഡെറിവേറ്റീവിന്റെ ഉള്ളിലുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ പി ആണ്. അപ്പൊ പി എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് എന്ന് പറയാം. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് ആണ് അല്ലെ. അപ്പം അത് നോക്കാം. അപ്പൊ റീകോയിൽ ഓഫ് ഗൺ എന്നുള്ള കാര്യമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അല്ലെ. നമുക്കറിയാം, ഗൺ ഉണ്ടെങ്കിൽ ആ ഗണ്ണിന് എന്താ ഗിവൺ ഒരു മാസ് ഉണ്ടെന്നല്ലേ. ഓക്കെ, അപ്പൊ ഗിവൺ മാസിൽ ഗണ്ണ് വെച്ച് നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് അങ്ങനെ മുന്നോട്ടാണ് പോകുന്നത് അല്ലെ. ബുള്ളറ്റ് മുന്നോട്ട് പോകാറുമ്പോൾ അതിനൊരു ഗിവൺ വെലോസിറ്റി ഉണ്ടാവും. അപ്പൊ ബുള്ളറ്റിന് ഒരു ചെറിയ മാസം ഉണ്ട്. അപ്പൊ ഗണ്ണ് എങ്ങോട്ടാ പോവാ, ഗണ്ണ് ബാക്കോട്ട് പോകും. ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഗണ്ണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ബാക്കോട്ട് പോകും. നമുക്കറിയാലോ, എവരി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണിന്റെ റീകോയിൽ വെലോസിറ്റി ആണ് കാണേണ്ടത്. അതായത് ഗണ്ണ് എത്ര വെലോസിറ്റി ആണ് ബാക്കോട്ട് പോകുന്നത് നമ്മൾ കാണേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ഇവിടെ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഗണ്ണാണ്. ഗണ്ണിന്റെ മാസ് ആണ് എന്ത് ചെയ്യുക, ക്യാപിറ്റൽ എം. പിന്നെ അതിന്റെ വെലോസിറ്റി വി എന്നാണെങ്കിൽ ക്യാപിറ്റൽ വി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സ്മോൾ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ബുള്ളറ്റിന്റെ മാസാണ്. അതുപോലെ ബുള്ളറ്റ് ആഫ്റ്റർ ഫയറിംഗിന് ശേഷമുള്ള ആ ബുള്ളറ്റിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്മോൾ യു ആണ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ റീകോയിൽ വെലോസിറ്റി ഓഫ് എ ഗൺ എങ്ങനെ അതിന് കാണാനുള്ള ഇക്വേഷൻ ആണ്. അപ്പം റീകോയിൽ വെലോസിറ്റി ഓഫ് എ ഗൺ എന്ന് കാണാൻ വേണ്ടിയിട്ട് V equal to mass of the bullet small m divided by capital M mass of the gun അല്ലേ. അത് നമ്മൾ ബ്രാക്കറ്റിൽ ഇടാം. ഇൻറ്റു വെലോസിറ്റി ആഫ്റ്റർ ഫയറിംഗ്, അത് ബുള്ളറ്റിന്റെ വെലോസിറ്റി, അത് U. അപ്പോൾ അറിയാം. അപ്പൊ എന്താ, ഇവിടെ ഒരു മൈനസ് ചിഹ്നം. ഈ മൈനസ് എങ്ങനെയാ വന്നത്, ഇപ്പം ബുള്ളറ്റിന്റെ വെലോസിറ്റി വി ആണ് അല്ലെ. ബുള്ളറ്റ് പോകുമ്പോൾ എന്ത് ചെയ്യുക, ഗണ്ണ് ബാക്കോട്ടാണ് പോണത്. അപ്പൊ ബുള്ളറ്റിന്റെ വെലോസിറ്റി എന്ത് ചെയ്യാം, അങ്ങോട്ടാണെങ്കിൽ
റീകോയിൽ ചെയ്യുന്ന വെലോസിറ്റി എന്താ പറയുക നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അതായത് ബുള്ളറ്റ് പറഞ്ഞത് പോവുകയാണ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുക ഗണ്ണിന്റെ വെലോസിറ്റി പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുക അത് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പം റീകോയിൽ വെലോസിറ്റി ഓഫ് എ ഗണ്ണെന്ന് കാണാനുള്ള ഇക്വേഷൻ ആണ് v = മൈനസ് സ്മോൾ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം ഇൻറ്റു യു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കാറുള്ളത് ഇതിനെ വെച്ചുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ പ്രോബ്ലംസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പം കോമൺ ഫോഴ്സ് ഇൻ മെക്കാനിക്സ്. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫോഴ്സസിനെ കുറിച്ച് പറഞ്ഞ സമയത്തുണ്ട് കോണ്ടാക്റ്റീവ് ഫോഴ്സസ് ആൻഡ് നോൺ കോണ്ടാക്റ്റീവ് ഫോഴ്സ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അത് പറഞ്ഞു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നോൺ കോണ്ടാക്റ്റീവ് ഫോഴ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതെന്താ വെച്ചാൽ നമുക്ക് ടച്ച് ചെയ്യാത്ത ഫോഴ്സസ് ആണ് അല്ലേ, ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അങ്ങനെയുള്ള ഫോഴ്സുകൾക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ഫോഴ്സുകൾ, ഇവയ്ക്ക് എന്ത് ചെയ്യാം നമുക്ക് ടച്ച് ചെയ്യണില്ല. ടച്ച് ചെയ്യാതെ ഉള്ള ഫോഴ്സസ് ആണ് അല്ലെ നോൺ കോണ്ടാക്ട്, അതായത് കോണ്ടാക്ട് ഇല്ലാത്ത അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള ഫോഴ്സസ്. അപ്പം ഫോഴ്സസിനെ ഈ കോമൺ ഫോഴ്സ് ഇൻ മെക്കാനിക്സിൽ രണ്ടെണ്ണമായി ക്ലാസ് വേണ്ടി എന്ത് ചെയ്യുക, അത് ഫസ്റ്റ് തന്നെ കോണ്ടാക്റ്റീവ് ഫോഴ്സസ് ആൻഡ് നോൺ കോണ്ടാക്റ്റീവ് ഫോഴ്സസ്. കോണ്ടാക്റ്റീവ് ഫോഴ്സ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് ഉള്ള ഫോഴ്സ് ആണ് കോണ്ടാക്റ്റീവ് ഫോഴ്സസ്, ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ആണ് ആ ബോഡിനായിട്ട്. അതുപോലെ നോൺ കോണ്ടാക്റ്റീവ് ഫോഴ്സ് ആണ് ആ ബോഡിനായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത ഫോഴ്സസ്. അപ്പൊ അവ ഏതൊക്കെ നോക്കാം. അപ്പോൾ ഈ കോണ്ടാക്റ്റീവ് ഫോഴ്സസ് ആൻഡ് നോൺ കോണ്ടാക്റ്റീവ് ഫോഴ്സ് എന്ന രണ്ട് ഫോഴ്സസ് ഉണ്ട്. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. അപ്പോൾ കോണ്ടാക്ട് ഫോഴ്സ് ആക്ട് ഓൺലി വെൻ ഒബ്ജക്റ്റ് ടച്ച്, ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഫോഴ്സ് ആണ് കോണ്ടാക്റ്റീവ് ഫോഴ്സസ്. ഒബ്ജക്റ്റിനെ ടച്ച് ചെയ്യാതെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് നോൺ കോണ്ടാക്റ്റീവ് ഫോഴ്സസ്. അപ്പോൾ അതായത് കാരണം ഫിസിക്കൽ കോണ്ടാക്ട് എന്നാണ് കോണ്ടാക്റ്റീവ് ഫോഴ്സിന് കാരണം. പിന്നെ അതുപോലെ തന്നെ കോസ് ബൈ ഫീൽഡ്സ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്സ്, അതായത് ഫീൽഡ്സ് ആണ്. അതിപ്പോ നമ്മൾ ഡയറക്റ്റ് ടച്ച് ചെയ്യണമെന്നില്ല, അതിന്റെ ഫീൽഡ് ആണ് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഇനി അതിന് എക്സാമ്പിൾസ് ആണ് പോകുന്നത് കേട്ടോ. കോണ്ടാക്റ്റീവ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷന്, ടെൻഷന്, എയർ റെസിസ്റ്റൻസ്. ഇതിൽ ഫ്രിക്ഷന്, ടെൻഷന് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താന്ന് പറയും, സ്പ്രിംഗ് ഫോഴ്സ് പറഞ്ഞാൽ സ്പ്രിങ്ങിന് അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് സ്പ്രിംഗ് ഫോഴ്സ്. ഓക്കെ, പിന്നെ അതുപോലെ എയറിന്റെ റെസിസ്റ്റൻസ്. അപ്പൊ ഫ്രിക്ഷനും ടെൻഷനും നമ്മൾ പറയും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ നോൺ കോണ്ടാക്ട് ഫോഴ്സസ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഇങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഇതിന്റെ ഏതൊക്കെയാണ് കോണ്ടാക്റ്റീവ് ഫോഴ്സ്, ഏതാണ് നോൺ കോണ്ടാക്റ്റീവ് ഫോഴ്സസ് എന്ന് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് കോണ്ടാക്റ്റീവ് ഫോഴ്സസ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ടെൻഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഡയഗ്രാം കൊടുത്ത കണ്ടല്ലോ, ഇവിടെ എന്താ കൊടുത്തത്, ഇവിടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു സ്ട്രിങ് ഉണ്ട് അല്ലെ, ഒരു സ്ട്രിങ് ഉണ്ട്, സ്ട്രിങ്ങിന് ഒരു വെയിറ്റ് തൂക്കിയിട്ടുണ്ട്. അവിടെയുള്ള ഗിവൺ മാസ് ആണ് എന്ത് ചെയ്യുക അവിടെ കൊടുത്തത്, mg എന്നുള്ള മാസ് തൂക്കിയിട്ടുണ്ട്. കാരണം എന്താ, g എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയാം, m എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഈ mg എന്നുള്ള ഫോഴ്സിന് ഒരു എന്താ പറയാ ഫോഴ്സ് ഉണ്ട് അല്ലെ, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുക ടെൻഷൻ ആക്ട് ചെയ്യുക. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിവല്ലേ, ശരിക്കും ഒരു വലിവാണല്ലേ അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ടെൻഷൻ ഉണ്ട് അല്ലെ, എക്സാമ്പിൾസ് ഓഫ് കോൺട്രാസ്റ്റ് ഫോഴ്സ് ആണ് ടെൻഷൻ അല്ലെ. പിന്നെയാണ് സ്പ്രിംഗ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ സ്പ്രിംഗിൽ എന്ത് ചെയ്യുക താഴോട്ട് പോയിട്ട് ഇതേമാതിരി തന്നെ എന്ത് ചെയ്യുക നമ്മള് mg എന്നുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് താഴോട്ട്. അങ്ങനെയാണ് g എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. അപ്പം kh എന്ന് പറയുമ്പോൾ നമ്മൾ സ്പ്രിംഗ് ഫോഴ്സസ് ആണ് മേലോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ സ്പ്രിംഗ് ഫോഴ്സ് കാണാനുള്ള F = -kh എന്നാട്ടോ സ്പ്രിംഗ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ. അപ്പം ഇതൊക്കെ നമ്മൾ വേറെ ചാപ്റ്ററിൽ പറയുന്നതായിരിക്കും. അത് എടുക്കുമ്പോൾ ഇപ്പൊ ജസ്റ്റ് ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാം. എക്സാമ്പിൾസ് ഓഫ് കോൺട്രാക്റ്റ് ഫോഴ്സ്, ടെൻഷൻ ഉണ്ട്, സ്പ്രിംഗ് ഫോഴ്സസ് ഉണ്ട്. ഇനി എന്താ നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് എക്സാമ്പിൾസ് ഓഫ് കോണ്ടാക്റ്റീവ് ഫോഴ്സ് അടുത്തതാണ്. അപ്പൊ സപ്പോസ് ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു വടി എടുക്കുകയാണെ, ആ ഒരു വടി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഒരു ബീക്കറിൽ വെള്ളം ഉണ്ട് വെച്ചോ, അല്ലെങ്കിൽ വലിയൊരു ബീക്കറാണ് വെച്ചോ, അപ്പൊ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റിവർ എങ്ങനെ വേണം വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യുക, നമ്മളാ നേരെ എന്ത് ചെയ്യുക, വടി എടുത്തിട്ട് നേരെ വെള്ളത്തിലൂടെ എങ്ങനെ ചലിപ്പിക്കുകയാണ് വെച്ചോ, ആ വടി ചലിപ്പിക്കുന്നത് മുന്നോട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വെള്ളത്തിനൊരു ഫോഴ്സ് ഉണ്ടാവില്ല, ബാക്കോട്ടാണോ ഉണ്ടാവുക. ആ വെള്ളം എങ്ങനെ ആക്ട് ചെയ്യുന്നത്, നേരെ ഒരു മിനിറ്റ്, അത് എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുക, ഇത് നേരെ ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഫോഴ്സ് എന്ത് ചെയ്യുക, അത് മുന്നോട്ട് പോകുന്നതിനെ എതിർക്കാൻ ഒരു ഫോഴ്സ് ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോഴ്സ് ആണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയാം. അപ്പൊ അതിനെ കുറിച്ച് കാര്യങ്ങൾ നമ്മൾ പിന്നെ പഠിക്കും. അപ്പോൾ വിസ്കസ് ഫോഴ്സ് എന്നുള്ള ഫോഴ്സ് ആണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ വിസ്കസ് ഫോഴ്സ് ഇസ് എക്സാമ്പിൾ ഓഫ് കോണ്ടാക്റ്റീവ് ഫോഴ്സസ്. ഓക്കെ, പിന്നെ പറയുന്നതാണ്, ഇപ്പൊ നമുക്കറിയാം നമുക്ക് വെള്ളത്തിന്റെ മുകളിൽ ഒരു വസ്തു പൊങ്ങി നിൽക്കുക അല്ലെ. അപ്പൊ നമുക്കറിയാം ഭാരം കുറഞ്ഞ വസ്തുക്കൾ എന്ത് ചെയ്യുക, വെള്ളത്തിന് മുന്നേ പൊങ്ങി നിൽക്കും. കാരണം എന്ത് ചെയ്യുക, മുകളിലോട്ട് ഒരു
ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആ ഫോഴ്സ് ആണ് ബോയൻസി ഫോഴ്സസ്. എന്താണ് ബോയൻസി ഫോഴ്സസ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എക്സാമ്പിൾസ് ഓഫ് കോണ്ടാക്ട് ഫോഴ്സസ് ഉണ്ട്, ബോയൻസി ഫോഴ്സസ്, വിസ്കസ് ഫോഴ്സസ്, അതുപോലെ തന്നെ ടെൻഷന്, അതുപോലെ തന്നെ സ്പ്രിംഗ് ഫോഴ്സ്, അതൊക്കെ എന്ത് ചെയ്യുക എക്സാമ്പിൾസ് ഓഫ് കോണ്ടാക്ട് ഫോഴ്സസിന് എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഫ്രിക്ഷൻ. ഓക്കെ, ഫ്രിക്ഷൻ എന്നുള്ള കാര്യത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഫ്രിക്ഷൻ നേരത്തെ പറഞ്ഞല്ലോ എന്താണെന്ന് പറയാമല്ലോ. അപ്പൊ എന്താണെന്ന് ആദ്യം പറയും. ഫ്രിക്ഷൻ ഡെഫിനിഷൻ ആദ്യം പറയും. ഫ്രിക്ഷൻ ഇസ് എ കോണ്ടാക്ട് ഫോഴ്സ്. നേരത്തെ പറഞ്ഞ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. വിച്ച് ഇസ് എ കോണ്ടാക്ട് ഫോഴ്സ് ദാറ്റ് റെസിസ്റ്റ് ദ മോഷൻ ഓഫ് വൺ സർഫസ് ഓവർ അതർ. ഒരു ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന മോഷൻ, അതായത് ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കാര്യമാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഒരു ഫോഴ്സിനെ നേരെ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ശരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ഉള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഫോഴ്സിന്റെ നേരെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് നമ്മൾ എക്സ്റ്റേണൽ ഒരു ബോഡിക്ക് എന്ത് ചെയ്യുക. സപ്പോസ് ഒരു ബോഡി ഉണ്ട് വെച്ചോ, ഇതാ ഒരു ബോഡി ഉണ്ട്. അപ്പോൾ ബോഡിക്ക് ഞാൻ ഫോഴ്സ് കൊടുക്കുകയാണ്. ഇതൊരു സർഫസ് ആണ്. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ ഫ്രിക്ഷണൽ ഫോഴ്സ് സ്മോൾ എഫ് എന്നുള്ള രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ക്യാപിറ്റൽ എഫ്. ഫോഴ്സ് കൊടുക്കുന്ന നേരെ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത് ചെയ്യുക ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇവിടെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. അപ്പം ഫ്രിക്ഷനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നും കൈനറ്റിക് ഫ്രിക്ഷൻ എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഈ കൈനറ്റിക് ഫ്രിക്ഷനെ പറയുന്ന വേറെ പേരാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. എന്താണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ടേബിളിൽ നോക്കാം. എന്താ കൈനറ്റിക് ഫ്രിക്ഷൻ ഓർ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, പിന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ അതെന്താ നമുക്ക് പറയണം. ഇവിടെ ഒരു ഡയഗ്രം ഉണ്ടല്ലോ മേലെ. ഒരു ബോഡി റെസ്റ്റിലാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ റെസ്റ്റിലാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഫ്രിക്ഷൻ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒരു ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കാം. അപ്പൊ അത് സപ്പോസ് ഇവിടെ ഒന്നുകൂടി വരയ്ക്കാം. ഒബ്ജക്റ്റ് ആണ് വിചാരിച്ചോ. ഇപ്പൊ റെസ്റ്റിലാണ്. അപ്പോൾ താഴോട്ടാണ് അതിന്റെ ഫ്രിക്ഷൻ അനുഭവപ്പെടുക. ആ ഫ്രിക്ഷൻ ആണ് FS എന്ന് പറയാം. FS ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇപ്പൊ സപ്പോസ് ഒരു ബോഡി മൂവ് ചെയ്യാണ്. അപ്പൊ ബോഡി മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഫോഴ്സ് കൊടുക്കണം. ഒരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ബോഡി മൂവ് ചെയ്യുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ഫ്രിക്ഷൻ, ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നുള്ള സാധനം മാറിയിട്ട് ഇവിടെ അനുഭവപ്പെടുന്ന ഫ്രിക്ഷൻ ആണ് കൈനറ്റിക് ഫ്രിക്ഷൻ. എന്താണ് കൈനറ്റിക് ഫ്രിക്ഷൻ? അത് FK എന്ന് പറയാം കേട്ടോ. അപ്പൊ ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറിയിട്ട് നമുക്ക് വരുന്നതാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് കാരണം എന്താ, ആ ബോഡി മൂവ് ചെയ്യുന്നത്. അപ്പം കൈനറ്റിക് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നത് അവിടെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്നാ പറയാം. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും അപ്പൊ തന്നെ പറഞ്ഞ റെസ്റ്റിലാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷനും, ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. അപ്പോൾ act on object at rest, act on object are moving. Okay, prevents the object from starting to move. Okay, the static friction അങ്ങനെയാണ്, prevents the object from starting to move. മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിനെ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുക, തടയും, പ്രിവെന്റ് ചെയ്യും. അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ പിന്നെ നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് ആണ് പറയാം കേട്ടോ. ട്രൈ ടു പുഷ് എ സ്റ്റിൽ ബോക്സ്. അപ്പൊ നിൽക്കുന്ന ഒരു ബോക്സിന് ചെയ്യാം നമ്മൾ ട്രൈ ചെയ്യാം. അപ്പൊ ട്രൈ ടു പുഷ് ചെയ്യാം. അതാണ് എക്സാമ്പിൾ. പുഷിങ് എ ബോക്സ് ദാറ്റ് ആർ ഓൾറെഡി സ്ലൈഡിങ്. അപ്പൊ ഒരു മൂവ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഇതിന് എന്ത് ചെയ്യാം, സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിന് നേരെ എന്ത് ചെയ്യാം, പുഷ് ചെയ്യാം. പുഷിങ് എ ബോക്സ് ദാറ്റ് ഓൾറെഡി സ്ലൈഡിങ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം നല്ലത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്, കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ ഫ്രിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ് ആണ് ദാറ്റ് റെസിസ്റ്റ് ദ മോഷൻ ഓഫ് വൺ സർഫസ് ഓവർ അനദർ. അങ്ങനെയാണെങ്കിൽ ലോസ് ഓഫ് ഫ്രിക്ഷൻ എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ലോസ് ഓഫ് ഫ്രിക്ഷനിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. 4 ലോസ് ഓഫ് ഫ്രിക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലെ ഫസ്റ്റ് ലോ ഓഫ് ഫ്രിക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ, ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, ഫ്രിക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ ഫോഴ്സ്. അപ്പൊ നോർമൽ ഫോഴ്സ് എന്താണ് ആദ്യം പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇപ്പോ ഒരു ബോഡി ഉണ്ട്. ഇവിടെ ഒരു നമുക്കറിയാം, ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റെസ്റ്റിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു നോർമൽ വരയ്ക്കാം. ഇതാണ് നോർമൽ. ഒരു നോർമൽ ഉണ്ടോ, നമുക്ക് ഒന്നുകൂടി ഇവിടേക്ക് വരയ്ക്കാം. ഒരു ബോഡി, ആ ബോഡിക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ് വെച്ചോ. ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കറിയാം, ഇവിടെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു mg ഫോഴ്സ് ആക്ട് ചെയ്യണ്ടോ. അപ്പോൾ റെസ്റ്റിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ
ഇവിടെ ഇപ്പോൾ ബോഡി മൂവ് ചെയ്യാണ് വെച്ചോ, ബോഡി മൂവ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒരു മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു നമുക്ക് കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുക, കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും. ഇവിടെ അതിന് നേരെ മുകളിലേക്കാണ് നോർമൽ ഉണ്ടാവുക. അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യത്തിലുള്ളൂ, ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ബോഡി ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇങ്ങനെ പറയട്ടോ, ഇത് ഫ്രിക്ഷൻ താഴോട്ടായിരിക്കും, അങ്ങനെയാണെങ്കിൽ നോർമൽ മുകളിലോട്ടായിരിക്കും. അപ്പോൾ ഫ്രിക്ഷൻ എന്ത് ചെയ്യുക, നോർമൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ എങ്ങനെ എഴുതാം, മാത്തമാറ്റിക്കലി ഫ്രിക്ഷനെ നമ്മൾ എന്ത് ചെയ്യുക, സ്മോൾ എഫ് എന്ന് എഴുതാം കേട്ടോ, സ്മോൾ എഫ് പ്രൊപ്പോർഷണൽ ടു നോർമൽ, നോർമലിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു, ആ കോൺസ്റ്റന്റ് മ്യൂ എന്ന് പറയാം കേട്ടോ, മ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ, ആ മ്യൂവിനാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അതാണ് മ്യൂ. മ്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ് ആണെന്ന് പറയാം, മ്യൂ എന്ന് പറയാം. അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാം. എഫ് പ്രൊപ്പോർഷണൽ ടു എന്നിലെ ഫ്രിക്ഷൻ എന്ത് നോർമലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണ് ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതാണ് മ്യൂ എൻ. ഓക്കെ, അപ്പം ഇതൊരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിൽ എന്താണ്, അപ്പോൾ ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കേസിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും, എഫ് എസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എൻ എഴുതാൻ പറ്റും. അതാണ് എഫ് എസ് ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എൻ എഴുതാൻ പറ്റും. ഇപ്പോൾ ഇൻ ടേംസ് ഓഫ് നമുക്ക് എന്ത് ചെയ്യാം, കൈനറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് റെസ്റ്റിലാണെങ്കിൽ, ഇപ്പോൾ ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഫ്രിക്ഷൻ ആണ് ഇത് കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലേ. അപ്പം കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ, അതിനെങ്ങനെയാ, അങ്ങനെ എഴുതാം, എഫ് കെ ഈക്വൽ ടു മ്യൂ ഒരു മിനിറ്റ് ഒന്ന് വായിക്കാം, മ്യൂ കെ എൻ. അപ്പോൾ 2 ഇക്വേഷൻസ് കിട്ടി. അപ്പോൾ 3 ഇക്വേഷൻസ് ഉണ്ട്. ഫ്രിക്ഷന് എന്താ എഴുതാ, ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു മ്യൂ എൻ എഴുതാൻ പറ്റും അല്ലേ. ഇൻ ടേംസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആകുമ്പോൾ ആ ഫ്രിക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഫ്രിക്ഷൻ എഫ് ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എൻ എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവും, എഫ് കെ ഈസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു എൻ എഴുതാൻ പറ്റും. അപ്പോൾ എന്താ പറഞ്ഞത്, ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ ഫോഴ്സ്. അതാണ് ഫസ്റ്റ് ലോ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഇനി സെക്കൻഡ് ലോയിലേക്ക് പോകാം. സെക്കൻഡ് ലോ ഓഫ് ഫ്രിക്ഷൻ എന്താ പറയുക, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് അപ് ടു എ ലിമിറ്റ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് അപ് ടു എ ലിമിറ്റ് അല്ലേ. അപ്പോൾ ഒരു ബോഡി റെസ്റ്റിലാണ് വെച്ചോ, ഇപ്പൊ ഒരു ബോഡി എടുക്കുക. അപ്പോൾ ആ ബോഡി ഇങ്ങനെയാണ്, റെസ്റ്റിലാണ്, ആ ബോഡി റെസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ റെസ്റ്റിലാകുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യുക, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ബോഡിക്ക് ഒരു ഫോഴ്സ് കൊടുത്തു വെച്ചോ, ഫോഴ്സ് കൊടുത്തു. ഇപ്പൊ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ എഫ് എന്നുള്ളൊരു ഫോഴ്സ് എടുത്ത്, ക്യാപിറ്റൽ എഫ്, ഒരു ഫോഴ്സ് കൊടുത്ത്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ റെസ്റ്റിൽ എടുക്കുന്ന ബോഡീനെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ആ ഫോഴ്സ് നമ്മൾ, അതായത് കൊടുക്കുന്ന ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെക്കാട്ടി കൂടുതലാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ആ ബോഡി എന്ത് ചെയ്യുക, മൂവ് ചെയ്യുള്ളൂ. ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യുക, കൈനറ്റിക് ഫ്രിക്ഷൻ എന്നാണ് പറയാം അല്ലേ. അപ്പൊ കൊടുക്കുന്ന ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെക്കാട്ടി ചെറുതാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യുക, ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യുക, ചെറിയൊരു ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടുള്ളൂ, പക്ഷെ ബോഡി എന്ത് ചെയ്യുക, മൂവ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇഫ് എ ബോഡി ഈസ് റെസ്റ്റ്, അപ്പൊ വി അപ്ലൈ എ ഫോഴ്സ് എഫ് എന്നുള്ള കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ ഇൻക്രീസ് ചെയ്യും അല്ലെ, ഫ്രിക്ഷൻ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ബോഡി മൂവ് ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ഈ കൊടുക്കുന്ന ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെക്കാട്ടി കൂടുതലല്ല, കുറവാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ബോഡി മൂവ് ചെയ്യുന്നില്ല. അതായത് ഇപ്പൊ എങ്ങനെയാണെങ്കിൽ കൊടുക്കുന്ന ഫോഴ്സ് ഗ്രേറ്റർ ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഇതിനാടി കൂടുതലാണെങ്കിൽ ബോഡി എന്ത് ചെയ്യുക, മൂവിങ് ആണ് അല്ലെ. ഇപ്പോ അതേമാതിരി തന്നെ കൊടുക്കുന്ന ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെക്കാട്ടി ചെറുതാണെങ്കിൽ എന്ത് ചെയ്യുക, ബോഡി റെസ്റ്റ് തന്നെയാണ്, പക്ഷെ എന്താ, ഫ്രിക്ഷൻ ഇൻക്രീസസ്, ഫ്രിക്ഷൻ കൂടും.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ് ടു എ ലിമിറ്റ്, ഒരു ലിമിറ്റ് വരെ എന്ത് ചെയ്യുക സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് നമുക്കറിയാം ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക അടുത്തിലേക്ക് പോവുകയാണ്. അടുത്ത തേർഡ് ലോ. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് ഫ്രിക്ഷൻ തേർഡ് ലോ ആണ്. അപ്പൊ എന്താ നോക്കാം. കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ലെസ് ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, കൈനറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യാണ് കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ ലെസ് ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷനെ എഫ് കെ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അത് ലെസ് ദാൻ എന്ത് ചെയ്യുക സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെന്നാണ് ഈ ലോസ് ഓഫ് ഫ്രിക്ഷനിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് കൈനറ്റിക്, അപ്പോൾ ഇങ്ങനെ അതിന് നിങ്ങൾ എഴുതിക്കൂടെ എഫ് കെ, അതായത് നമുക്ക് എഴുതാം ഫ്രിക്ഷന് പ്രൊപ്പോർഷണൽ ടു മ്യൂ ഇൻറ്റു എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതിക്കൂടെ മ്യൂ കെ ലെസ് ദാൻ മ്യൂ എസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ കോയിഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ദ കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അങ്ങനെ എഴുതാലോ. അതിന് മ്യൂ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതായത് ഇപ്പം ഈ ഇത്രയും, അതായത് കോയിഫിഷ്യന്റ് ഓഫ് ഒരു കാര്യം കൂടി പറയാണ്ട് മ്യൂ കെ ലെസ് ദാൻ മ്യൂ എസ്. ഓക്കെ ഓക്കെ ഇപ്പോൾ ഈ ബോഡി നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ബോഡി മൂവ് ചെയ്യുകയാണെന്ന് വെച്ചോ. ഒരു ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റെസ്റ്റിലാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുക. അപ്പം ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തായി മാറിയിട്ട് എന്ത് ചെയ്യുക കൈനറ്റിക് ഫ്രിക്ഷൻ ആയിട്ട് മാറും. അപ്പോൾ ഈ കാര്യങ്ങളും കൂടി ഇതിൽ കൂടുതൽ മനസ്സിലാക്കുക. ഈ നാലാമത്തെ ഒരു കാര്യത്തേക്ക് നമുക്ക് പോകാം. എന്താണ് അപ്പോൾ അത് മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു അല്ലേ, കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ലെസ് ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ അത് പറഞ്ഞു. ഇനി എന്താ ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ഒരു ബോഡി ഇവിടെ ഉണ്ട് വെച്ചോ, ഒരു സർഫസ്. ഇപ്പൊ നമുക്ക് ഇവിടെ വരയ്ക്കാം. സർഫസ് ഉണ്ട്. ഈ ഒരു സർഫസിലാണ് ബോഡി നിൽക്കുന്നത്. ഇവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ, ഇതെന്താ പറയുക ഫ്രിക്ഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. ഇവിടെ ഉള്ളൊരു സർഫസ് ആണ്. അത് സർഫസിൽ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ. ഇവിടെ ഈ ബോഡിക്കും ഒരു ഏരിയ ഉണ്ടാവും. അപ്പോൾ ഫ്രിക്ഷൻ എന്ത് ചെയ്യുക ഈ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഏരിയ, ഒരു ബോഡിയുടെ മാസ് അല്ലേ, മാസുള്ള ബോഡി ഉണ്ടാവും. അപ്പോൾ ഈ ഫ്രിക്ഷൻ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞത് അതെന്താണ് കാര്യം എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. ഇവിടെ പറഞ്ഞ എങ്ങനെയാ, ഇതാ ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഹാർഡ് സർഫസസ് ആർ പ്രസ്ഡ്. എത്രത്തോളമാണ് സർഫസ് ഇതിനെ പ്രസ് ചെയ്ത് നിൽക്കുന്നതെന്നാണ് ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ അത് പ്രസ് ടുഗദർ, എത്രത്തോളം പ്രസ് ചെയ്തിട്ടാണ് ഇത് നിൽക്കുന്നതെന്നാണ് ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നോട്ട് ഹൗ മച്ച് ദ സർഫസ് അപ്പിയേഴ്സ് ടു ടച്ച്. എത്രത്തോളം ഇത് സർഫസിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതല്ല ഫ്രിക്ഷനോട് അർത്ഥമാക്കുന്നത്. എത്രത്തോളം ഫോഴ്സ് ആണ്, അത് എത്രത്തോളം പ്രഷറിലാണ് എന്ത് ചെയ്യുക സർഫസ് പ്രസ് ചെയ്ത് നിൽക്കുന്നത്, അതാണ് ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ. ഇൻഡിപെൻഡന്റ് പറഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഡെറിവേഷൻസ് ഓഫ് ലോസ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇത് ഡെറിവേഷൻ ആണ് പറഞ്ഞത്. ഇപ്പൊ ലോസ് ഓഫ് പറഞ്ഞ കാര്യങ്ങളില്ലേ, ലോസ് ഓഫ് ഫ്രിക്ഷനിൽ പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാവുന്ന കേസിലുള്ള എങ്ങനെ നമുക്ക് മാത്തമാറ്റിക്കലി എഴുതാൻ പറ്റും, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന കേസിൽ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റും. ഇപ്പോ സപ്പോസ് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ വിചാരിക്കാം, ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ ഇത് നോർമലാണ്. അറിയാം, ഇത് നോർമലാണ്. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാം എം ജി എന്ന് പറയാം. ഇത് എം ജി ആണ്. അപ്പൊ നോർമൽ, നേരത്തെ പറഞ്ഞ നോർമൽ മേലോട്ടും താഴോട്ട് എം ജി ആണ് ഉണ്ടാവുക റെസ്റ്റിലാണെങ്കിൽ. ഇവിടെ നമുക്ക് അറിയുന്ന ഓൺലി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഒരു സ്മോൾ ഫോഴ്സ് ആണ് വെച്ചോ. എന്താണ്, ഒരു ബോഡി എടുക്കുക, ബോഡിക്ക് എന്ത് ചെയ്യുക സ്മോൾ ഫോഴ്സ് കൊടുക്കുക. അപ്പൊ അവിടെ സ്റ്റാറ്റിക്, അതായത് ഈ സ്മോൾ ഫോഴ്സ് കൊടുത്താൽ ആ ബോഡിനെ എന്ത് ചെയ്യുക അവിടുന്ന് മാറ്റാൻ പറ്റില്ല. അതായത് ഇപ്പം ഇവിടെ ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ലെസ് ദാൻ എഫ് എസ് അല്ലേ. അപ്പോൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ത് ചെയ്യുക സ്റ്റാറ്റിക് ഫ്രിക്ഷനായിട്ട് കുറവാണ്. അങ്ങനെയാണ് ഒരു കണ്ടീഷൻ. ആ കണ്ടീഷനിൽ എന്ത് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാം ആ ബോഡി മൂവ് ചെയ്യില്ല, പക്ഷെ അവിടെ ഫ്രിക്ഷൻ കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നോർമൽ മേലോട്ടാണ്, എം ജി താഴോട്ടാണ്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റില്ലോ. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റും, നോർമൽ എൻ ഈക്വൽ ടു എം ജി എഴുതിക്കോട്ടെ, എം ജി ഈക്വൽ ടു എൻ ജി എഴുതാൻ പറ്റും. അപ്പൊ അതെങ്ങനെ പറ്റും,
അപ്പൊ വെൻ എ സ്മോൾ ഫോഴ്സ് ഈസ് അപ്ലൈഡ്, ചെറിയ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ദ ഒബ്ജക്ട് റിമെയിൻസ് അറ്റ് റെസ്റ്റ്. ഇത് ഒബ്ജക്ട് എന്ത് ചെയ്യുക, റെസ്റ്റിൽ തന്നെ ആയിരിക്കും ഡ്യൂ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഡ്യൂ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഫ് ഒന്നുകൂടി എഴുതാം. ഇഫ് നേരത്തെ ഏത് കണ്ടീഷൻ കേട്ടോ, എഫ് ലെസ് ദാൻ എഫ് എസ്. നമ്മളിവിടെ നിന്നില്ലേ എഫ് എക്സ്, അതായത് എഫ് എക്സ് മാക്സിമം ഇതാ, അതായത് എഫ് എക്സ് മാക്സിമം കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, അതായത് കൊടുക്കുന്ന ഫോഴ്സ് എന്ത് ചെയ്യുക, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യുക, മാക്സിമം ഒരു വാല്യൂ ഉണ്ടാവില്ലോ, ആ മാക്സിമം വാല്യൂവിന് അപ്പുറം കടന്നാൽ മാത്രം എന്ത് ചെയ്യുക കൊടുക്കുന്ന ഫോഴ്സ്, കൊടുക്കുന്ന ഫോഴ്സ് ചെറുതാണ് വെച്ചോ. ഇവിടെ കിട്ടുന്ന ഫോഴ്സ് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ കൊടുക്കുന്ന ഫോഴ്സിന് കൂട്ടി കൂട്ടി പോയി കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യുക, ആ ഫോഴ്സ് മാക്സിമം വരെ എന്ത് ചെയ്യുക, അത് അതേമാതിരി തന്നെ പോകും. പിന്നെയും ഫോഴ്സ് കൂട്ടി കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറിയിട്ട് കൈനറ്റിക് ഫ്രിക്ഷൻ ആവുള്ളൂ. അപ്പോൾ ഇഫ് എഫ് ലെസ് ദാൻ എഫ് എക്സ് മാക്സിമം, ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം ലിമിറ്റ് എത്തുന്ന വരെ നമുക്ക് എന്ത് ചെയ്യാം, ഫോഴ്സ് കൊടുക്കാന്ന് വെച്ചോ. അപ്പോൾ ബോഡി മൂവ് ചെയ്യില്ലല്ലോ. അപ്പൊ ഇഫ് അതാണ് എഫ് ലെസ് ദാൻ എഫ് എക്സ് മാക്സിമം എന്ന് പറയുമ്പോൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഒബ്ജക്ട് ഡസ് നോട്ട് മൂവ്. ഒബ്ജക്റ്റ് ഒരിക്കലും മൂവ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോ അതുപോലെ തന്നെ ഇപ്പൊ വിചാരിക്കുക, ഇഫ് എഫ് ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു എഫ് എക്സ് മാക്സിമം. അതായത് എഫ് എക്സ് മാക്സിമം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, ഇവിടെ എഫ് എക്സിന് പകരമായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അപ്പൊ മ്യൂ എസ് എന്ന് എഴുതിക്കൂടെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, മോഷൻ ജസ്റ്റ് ബിഗിൻസ് അല്ലെ, മോഷൻ ജസ്റ്റ് ബിഗിൻസ്. ഓക്കെ. അപ്പൊ രണ്ടും ഈ കൊടുക്കുന്ന ഫോഴ്സ് എഫ് എക്സ് മാക്സിമത്തിൽ ഈക്വൽ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്ത് ചെയ്യാം, എഫ് എക്സ് മാക്സിമത്തിന്റെ മാക്സിമം ഇനി നമ്മൾ ഫോഴ്സ് കൊടുക്കുക എന്ത് ചെയ്യാം, ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഒബ്ജക്റ്റ് റെസ്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ പറയേണ്ട കാര്യം എൻ ഈസ് ഈക്വൽ ടു എം ജി ആണ്. അപ്പൊ ഉണ്ടാവുന്ന കൊടുക്കുന്ന ഫോഴ്സ് എന്ത് ചെയ്യുക, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിട്ട് കുറവാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ ആ കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞത്. ഇനി ഒബ്ജക്റ്റ് മോഷനിലാകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഒബ്ജക്റ്റ് ഇൻ മോഷൻ. ഓക്കെ. ഇപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ഡെറൈവ് ചെയ്യാം, എങ്ങനെ ഡെറിവേഷൻ എഴുതാം. ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് മൂവ് ആണ് അല്ലെ, ഒബ്ജക്റ്റ് മൂവ് ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്ക് ഒബ്ജക്റ്റ് മൂവ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്താവുക, കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുക, കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുക, എഫ് കെ എന്നാണ് ഉണ്ടാവുക, അതായത് എഫ് കെ. ഓക്കെ. ഇപ്പോൾ ബോഡി മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മോഷനാണ് എന്ത് ചെയ്യുക, കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. അപ്പൊ നമുക്ക് ടോട്ടൽ ഫോഴ്സ്, അതായത് നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ, ഒരു ബോഡിക്ക് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും, നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും എഫ്, അതായത് കൊടുക്കുന്ന ഫോഴ്സ് ടോട്ടൽ ഫോഴ്സ് എഫ് മൈനസ് എഫ് കെ. നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എഫ് മൈനസ് എഫ് കെ എഴുതി കൂടെ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം അത് ഈക്വൽ ടു എം എ എന്ന് എഴുതി കൂടെ, എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നല്ലേ. അപ്പം ടോട്ടൽ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ്, അതായത് എഫ് മൈനസ് എഫ് കെ എന്ന് എഴുതാൻ പറ്റും. അത് ഈക്വൽ ടു എം എ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും, അതൊന്നുകൂടി ഇങ്ങോട്ട് എഴുതി കൂടെ, എഫ് കെ നമുക്കറിയാം എഫ് കെ എന്ന് പറഞ്ഞാല് മ്യൂ കെ ഇൻറ്റു എൻ അല്ലേ. അപ്പൊ ഈ കേസിലേക്ക് അങ്ങനെ കൊടുക്കാം, ഈക്വൽ ടു എഫ് മൈനസ് മ്യൂ കെ ഇൻറ്റു എൻ, അത് ഈക്വൽ ടു അല്ലേ എം എ. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, ആക്സിലറേഷൻ ഇങ്ങോട്ട് എഴുതാം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, എഫ് ക്യാപിറ്റൽ എഫ് മൈനസ് മ്യൂ കെ എൻ ഡിവൈഡഡ് ബൈ സ്മോൾ എം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മോഷനിലാണെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന അത് ആക്സിലറേഷൻ ഉണ്ടാവും അല്ലെ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് ക്യാപിറ്റൽ എഫ് മൈനസ് മ്യൂ കെ എൻ ഡിവൈഡഡ് ബൈ സ്മോൾ എം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുക, ഈ കണ്ടീഷനും പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇതിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കാര്യങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. ഈ ഡെറിവേഷൻ കാര്യമായിട്ട് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളും ഒന്ന് നന്നായിട്ട് നോക്കുക. അപ്പം ഇന്നെടുത്ത കാര്യങ്ങളൊക്കെ വളരെ അധികം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.